ഒട്ടുമിക്ക ട്രെയിനേഴ്സും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ വന്നിട്ട് തങ്ങൾക്ക് എത്ര മാസം കഴിയുമ്പോൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാമെന്ന് ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ ഏതൊക്കെ മാസങ്ങളിലാണ് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടേണ്ടതെന്ന് ചോദിക്കുന്ന സമയങ്ങളിലും പല ട്രെയിനേഴ്സും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. സോ അതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്നത്. ആ കൺഫ്യൂഷൻ ഈ വീഡിയോയോട് കൂടി ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കാം. ഐ ആം രാജേഷ് മോഹൻ, യുവർ ടച്ചസ് പേഴ്സണൽ ട്രെയിനർ. ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡി ഒരു ട്രെയിനർ സമീപിച്ച് എനിക്ക് വർക്കൗട്ട് തുടങ്ങണം, എത്ര കാലം കഴിഞ്ഞ് തുടങ്ങണമെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് നോർമൽ ഡെലിവറിയാണ് അതോ സി സെക്ഷൻ ആയിരുന്നോ എന്നുള്ളതാണ്. ഇനി നോർമൽ ഡെലിവറി ആയിരുന്നു ആ ലേഡിക്കെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്, വളരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഏകദേശം 1 മുതൽ 2 ആഴ്ചക്കകം തന്നെ അവർക്ക് വാക്കിംഗ് പോലെയുള്ള ചെറിയ വർക്കൗട്ടുകൾ കൊടുത്തു തുടങ്ങാവുന്നതാണ്. 4 മുതൽ 6 ആഴ്ചക്കകം തന്നെ നമുക്ക് നോർമൽ വർക്കൗട്ടുകളിലേക്ക് അവരെ കൊണ്ടുപോകാം. 8 മുതൽ 12 ആഴ്ച കഴിയുന്നതോടുകൂടി ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകളോ ഹെവി വെയിറ്റ് ട്രെയിനിങ്ങോ അവർ കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നതല്ല. ഇനിയാണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സി സെക്ഷന്റെ കാര്യം പറയേണ്ടി വരുന്നത്. സിസേറിയൻ കഴിഞ്ഞ ഒരു ലേഡി ഒരു ട്രെയിനറെ സമീപിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏകദേശം 6 മുതൽ 8 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ കൊടുത്തു തുടങ്ങാൻ പാടുള്ളൂ. കാര്യം ഏകദേശം 7ഓളം ലെയറുകളാണ് അവരുടെ അബ്ഡോമനിൽ കട്ട് വരുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ മസിലായ നമ്മൾ പറയുന്ന 6 പാക്ക് മസിൽ എന്ന് പറയുന്ന ആ റെക്ടസ് അബ്ഡോമിനസ് പോലും കീറിയിട്ടാണ് ഈ സിസേറിയൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ ക്യൂർ ആയാലും അതിന്റെ ഉള്ളിൽ ക്യൂർ ആയി വരാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിലേ സിസേറിയന് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 6 മുതൽ 8 ആഴ്ച കഴിയുമ്പോൾ ചെറിയ വാക്കിംഗ് പോലുള്ള വർക്കൗട്ടുകൾ കൊടുത്തു തുടങ്ങാം. 3 മാസം കഴിയുമ്പോഴത്തേക്കും വളരെ ലൈറ്റ് വെയിറ്റിൽ വെയിറ്റ് ട്രെയിനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 4 മുതൽ 6 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, 6 മാസമാണ് ഏറ്റവും നല്ലത്, 6 മാസം കഴിഞ്ഞിട്ട് മാത്രമേ അവരൊരു നോർമൽ ആയിട്ടുള്ള വർക്കൗട്ടുകൾ നമുക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റൂ. അതോടൊപ്പം തന്നെ കോർ വർക്കൗട്ടുകൾ കൊടുക്കാനും ഇതുപോലെ 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 7 ലെയറുകൾ മുറിച്ചിട്ടുണ്ട്. റെക്ടസ് അബ്ഡോമൻ എന്നൊക്കെ പറഞ്ഞ ആ ഹ്യൂജ് മസിലൊക്കെ ഉണങ്ങി വരാനായിട്ട് അത്യാവശ്യം സമയം എടുക്കുന്നതാണ്. നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലെ ആ ലെയറിലെ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരിക്കും, പക്ഷേ ഉള്ളിൽ ചിലപ്പോൾ മുറിവുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ നമ്മൾ കോർ വർക്കൗട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മുറിവുകൾ ഉണങ്ങാൻ അധികം താമസിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഹെർണിയ പോലെയുള്ള അസുഖങ്ങളും ആ ക്ലയന്റിന് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഡെലിവറി കഴിഞ്ഞ ലേഡി ഒരു ട്രെയിനർ സമീപിക്കുമ്പോൾ ആ ട്രെയിനർ അറിഞ്ഞിരിക്കേണ്ടത്. പറ്റുമെങ്കിൽ ആ സി സെഷൻ ചെയ്ത ഡോക്ടറുമായിട്ട് ആ ക്ലയന്റ് ഒന്ന് സംസാരിച്ച് കണ്ടീഷൻ അറിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ എല്ലാ ട്രെയിനേഴ്സിനും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ലേഡീസിനും എപ്പോൾ വർക്കൗട്ട് ചെയ്യാം, എങ്ങനത്തെ വർക്കൗട്ട് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ കൺഫ്യൂഷൻ മാറി വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഐ ആം രാജേഷ് മോഹൻ.